2012 എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോണ സമയത്ത് 2 ബിരിയാണിയൊക്കെ ഒറ്റയിരിപ്പിന് കഴിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടാ. ഇപ്പം ഞാനൊരു ബിരിയാണി തന്നെ കഴിക്കണ കഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപർണ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കണേ. ചേട്ടാ, ഞങ്ങളിങ്ങനെ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിരിയാണി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചേട്ടനും ദീപും വന്നിട്ട് അത് ടേസ്റ്റ് ചെയ്തിട്ട് ജെന്യുവനായിട്ടൊരു വീഡിയോ ഇടണമെന്ന്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ ഒരാൾ ഇൻവൈറ്റ് ചെയ്യണേ, പ്രത്യേകിച്ച് 5 ബിരിയാണിയൊക്കെ കഴിക്കാൻ. തൃശ്ശൂർ കുന്നംകുളം ഗുരുവായൂർ റൂട്ടിലെ ശോഭാ സിറ്റി മാൾ കഴിഞ്ഞ തൊട്ടടുത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സർവീസ് റോഡ് കാണാം. അതിലൂടെ അങ്ങോട്ട് കയറി പോകുമ്പോൾ ഒരു കപ്പേള കാണാം. ആ കപ്പേളയുടെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. ഈറ്റോടേന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. കുറച്ച് ദിവസമായി ഞാൻ അപർണനായിട്ട് സംസാരിക്കുന്നു. നല്ല ആത്മാർത്ഥതയും പാഷനും ഒക്കെയുള്ള ഒരു കുട്ടിയാണ് അപർണ. അങ്ങനെയുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക വൈബൊക്കെ ഫീൽ ചെയ്യും. ഏകദേശം ഒരു 3 മണി കഴിഞ്ഞുള്ള സമയത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഉച്ചയ്ക്കലത്തെ തിരക്ക് ഒഴിയുകയും ചെയ്യും, സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. ആദ്യം ഒറ്റയടിക്ക് 5 ബിരിയാണി എന്ന് കേട്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് പടച്ചു. ആ നിമിഷത്തിലാണ് ദീപു എനിക്ക് ശക്തി പകർന്നത്. ഇതിനൊക്കെ എന്താ അത്ര ബുദ്ധിമുട്ട്? നമ്മൾ ഒരു ബിരിയാണിയിലല്ല 5 എണ്ണം കഴിക്കണേ, 5 ഡിഫറെൻ്റ് അല്ലേ? ചേട്ടൻ ആ ചേച്ചിയോട് ഓക്കെ പറഞ്ഞോ, ബാക്കിയൊക്കെ അവളേറ്റുന്നു. അങ്ങനെ അപർണോട് ഓക്കെ പറയണ സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ അമ്മയും കൂടി ഉണ്ടാവും. അമ്മ വെജിറ്റേറിയനാണ്, അമ്മയ്ക്ക് പറ്റണ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അപർണ പറഞ്ഞു ഇവിടെ നല്ല വെജിറ്റേറിയൻ താലിയുണ്ട്, അമ്മയ്ക്ക് അത് പോരേന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. അങ്ങനെ ഫൈനലി 1 by 1 ആയിട്ട് ഓരോന്നും ട്രൈ ചെയ്യാൻ ഞങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരാളിവിടെ വിരൽ തുടിച്ചു. ഞാൻ പിടിച്ചത് അവൾ ഉദ്ദേശിച്ച വിരലല്ല. അതുകൊണ്ട് തന്നെ മുഖം അങ്ങോട്ട് വാടി. എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ദീപ് പറഞ്ഞൂല്ല. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റേറിയൻ താലി എത്തിയിട്ടാ. എല്ലാം കൂടി 12 കൂട്ടം വിഭവങ്ങളടങ്ങിയ നോർത്ത് ഇന്ത്യൻ താലിയാണിത്. സ്ലൈസ്ഡ് ഒനിയൻ വിത്ത് ലെമൺ, ദാൽ തടുക്ക, ഭിണ്ടി ദോ പ്യാസ, ആലു മേദി, കരേല ഫ്രൈ, ബൂണ്ടി റൈത്ത, ഗുലാബ് ജാമുൻ, അതിൻ്റെ കൂടെ റൈസ്, മസാല പാപ്പഡ്, ചപ്പാത്തി, പിന്നൊരു പിക്കിളും മുളക് വറുത്തതുണ്ടായിരുന്നു. ഇത്ര ഐറ്റംസാണ് ഈ താലിയിൽ വരുന്നത്. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും താലിയിലത്തെ ഗുലാബ് ജാമുൻ ദീപുന് കിട്ടണമെന്നുണ്ടായിരുന്നു. ഗുലാബ് ജാമുനല്ല. ഫുഡ് കിട്ടിയ ഉടനെ അമ്മ സൈലൻ്റായി. അതിൻ്റെ അർത്ഥം ഫുഡ് ആൾക്ക് നന്നായിട്ട് ഇഷ്ടമായി എന്നുള്ളതാണ്. എന്നാലും ഞാനൊന്ന് എടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് ഫുഡെന്ന്. നന്നായിട്ടുണ്ടെന്ന് അമ്മ തല കുലുക്കേണ്ട താമസം. അപ്പോഴേക്കും ദീപു ചപ്പാത്തിന്ന് ഒരു പീസ് അങ്ങോട്ട് എടുത്തു. എന്നിട്ട് സപ്തസ്വരങ്ങൾ വായിക്കണ പോലെ ഓരോ കറിയിലും മുക്കി അങ്ങോട്ട് കഴിച്ചു. അടിപൊളി. അതുങ്ങളൊക്കെയുണ്ട്, എല്ലാ അഭിപ്രായമുണ്ട്. അക്കാരം ഓർത്തിട്ടുണ്ട് ടേസ്റ്റ് കിട്ടില്ല. അതിൻ്റെ നിങ്ങൾക്ക് 2 പേർക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ട്രൈ ചെയ്യും. ചോറ് കൂട്ടി കഴിച്ച സൂപ്പറായിരിക്കും. അമ്മയ്ക്ക് ഗുലാബ് ജാമുൻ വേണ്ടാന്ന് പറഞ്ഞേ. അപ്പൊ ദീപുവിന് അത് അപ്പം തന്നെ കഴിക്കണം. ഞാൻ പറഞ്ഞു നമുക്ക് ബിരിയാണിയൊക്കെ കഴിച്ചാൽ പോരെ. അങ്ങനെ ഇതൊക്കെ എന്ത്? ബിരിയാണിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ചെറിയൊരു ആശ്വാസം പകർന്നുകൊണ്ട് പ്ലേറ്റ് എത്തി. ബിരിയാണി അല്ല, ഇനി എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പ്രിയപ്പെട്ട ഒരു പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വാരി കഴിക്കണ സുഖം അതൊന്ന് വേറെ തന്നെയാണ്. നോർത്ത് ഇന്ത്യൻ വെജ് താലിയിലെ ഓരോ ഐറ്റംസും പ്രത്യേകിച്ച് മസാല പപ്പടവും ഒക്കെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിട്ടാ. ബിരിയാണി ഇനി വരാനുണ്ടെന്നും വെറുതെ താലി കഴിച്ച് വയറ് നിറയ്ക്കണ്ടെന്ന് ദീപുവിനോട് പറഞ്ഞു. ഇനി ഇത് തീർക്കാനാ പാട്. ഒരു പാടുമില്ല. ദേ ഈ പഴവും കൂട്ടി ഒരു പിടി പിടിച്ച ഈ സാധനം ഇപ്പൊ തീരും. എത്ര ബിരിയാണി വരെ കഴിക്കാൻ പറ്റും? കഴിക്കോ? ആദ്യം വന്നത് കബ്സ ബിരിയാണിയാണ്. ഇതൊരു അറബിക് സ്റ്റൈല് പ്രിപ്പറേഷനാണ്. പണ്ട് എടപ്പള്ളിയിലുള്ളപ്പോൾ ഞാൻ കബ്സ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ ഇവർ സെർവ് ചെയ്യണത് ഹമ്മൂസും ടൊമാറ്റോ ചട്നിയാണ്. നീ ഹമ്മൂസ് കഴിച്ചിട്ടുണ്ടോ?
കടലോടെ പേസ്റ്റാണ് കഴിച്ചേക്ക് ചെറുതായിട്ട്. കടലയുടെ പേസ്റ്റാന്ന് കേട്ടോടുകൂടി അമ്മയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നായി. ടേസ്റ്റ് ചെയ്തപ്പോൾ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി. എന്നാൽ അമ്മയുടെ യഥാർത്ഥ ലക്ഷ്യം തക്കാളി ചട്നിയായിരുന്നു. സാധാരണ രീതിയിൽ പുളിയുള്ള ഐറ്റം കണ്ട അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബിരിയാണി, കപ്സ ബിരിയാണി ദീപു ടേസ്റ്റ് ചെയ്തു. ടേസ്റ്റ് ചെയ്യല്ല, വാരി വാരി അടിച്ചു എന്ന് പറഞ്ഞായിരിക്കും ശരി. നല്ല വിശപ്പുണ്ടവേ, കുറച്ചു നേരം അതിൽ കാത്തിരിക്കണം. എന്തായാലും സംഗതി കലക്കിയിട്ടുണ്ട്. ആ ഒരു റൈസിലേക്ക് ഹമ്മൂസ് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് ചിക്കനും കൂട്ടി ഞാനൊരു പിടി അങ്ങോട്ട് പിടിച്ചു. സംഗതി ഉഷാറായിട്ടുണ്ട് കേട്ടാ. നമ്മൾ ഈ മന്തിയൊക്കെ കഴിക്കില്ലേ, അതുപോലത്തെ ഒരു ഫീല്. ആദ്യത്തെ ബിരിയാണി ആയതുകൊണ്ടും സംഭവം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടും ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ടും പ്ലേറ്റ് പെട്ടെന്ന് തന്നെ കാലിയായി. കപ്സ ബിരിയാണി അങ്ങോട്ട് തീരുമ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ ബിരിയാണി, ബട്ടർ ചിക്കൻ ബിരിയാണി എത്തിയിട്ടാ. ഇതിന്റെ കൂടെ റൈത്തയും തക്കാളി ചട്നിയായിരുന്നു. രണ്ടാമത്തെ ബിരിയാണി ആദ്യം ദീപു തന്നെ ടേസ്റ്റ് ചെയ്യട്ടെന്ന് വിചാരിച്ചു. ദീപു പറഞ്ഞ പോലെ കാലം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് ബട്ടർ ചിക്കൻ ബിരിയാണി ഞാനങ്ങോട്ട് കഴിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ബട്ടർ ചിക്കൻ ബിരിയാണി കഴിക്കണേ. എനിക്ക് നല്ല ഇഷ്ടമായി. ശരിക്കും ബട്ടർ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ല, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടാ. പ്രത്യേകിച്ച് ബട്ടറൊക്കെ ഇതിൽ വാരി വാരി ഇട്ടുണ്ട്. നല്ല രുചിയിലുണ്ട്. ചിക്കൻ കാല് ഞാൻ അറിയാതെ കടിച്ചു പോയി. ആത്മാർത്ഥ സുഹൃത്തെ, നല്ല ടേസ്റ്റ്. ഇനി ഒരു ചില്ലി ചിക്കൻ കൂടി പറയട്ടെ. സോറി സോറി ദീപു, സോറി, എന്നോട് തോന്നരുത് പ്ലീസ്. സത്യത്തിൽ ഈ ബട്ടർ ചിക്കൻ ബിരിയാണിയുടെ കൂടെ റൈത്തിന്ന് ആവശ്യമില്ല. അതിങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കണതിന് ടേസ്റ്റ്. നമുക്ക് ഈ ബിരിയാണി കഴിച്ചൊരു മട്ടിപ്പ് ഫീൽ ചെയ്യുമ്പോൾ കഴിക്കാനുള്ളതാണ് ഈ റൈത്തയിൽ അച്ചാറായാലും. റൈത്തറ ആവശ്യമില്ല, മട്ടിപ്പ് പോകാൻ നല്ലതാ, പക്ഷെ റൈത്തറ ആവശ്യമില്ല. അടുത്ത ബിരിയാണിക്കുള്ള സ്പേസ് സേവ് ചെയ്യാനായിട്ട് ബാക്കി ബിരിയാണി ദീപുവിന് തന്നെ കൊടുത്തു. ദീപുവിന് പിന്നെ ആവശ്യത്തിലധികം സ്പേസ് ഉള്ളതുകൊണ്ടേ ഇതൊന്നൊരു വിഷയമല്ല. മൂന്നാമത്തെ ബിരിയാണി എന്ന് പറയുന്നത് ലക്നൗവി ബിരിയാണിയാണ്. ഇങ്ങനൊരു ബിരിയാണിയുടെ പേര് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത്. ഈ ഒരു ബിരിയാണിയുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുങ്കുമപ്പൂവാണ്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ബിരിയാണി എന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഗോൾഡൻ കളറിലുള്ള ബിരിയാണി. ഇത്തവണ കാലില് തൊട്ടു പോരുന്നതാണ് ദീപുവിൻ്റെ കൽപ്പന. കാലല്ലേ, ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കുങ്കുമപ്പൂവൊക്കെ ചേർത്ത ലക്നൗവി ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്യാണ്. ഒരു മൈൽഡ് ഫ്ലവറാണ്. ലക്നൗവി ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതും എന്നോടുള്ള പ്രതികാരം എന്നോണം. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ, അപ്പോഴേ എനിക്ക് ഈ കളിയിൽ ഹാരം കൂടൂ. നീലകണ്ഠ, ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. കഴിച്ച 3 ബിരിയാണിയും ഒന്നിനൊന്ന് വ്യത്യസ്തം മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ലക്നൗവി ബിരിയാണിയുടെ കൂടെ റൈത്ത ആഡ് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. എരിവില്ല, വളരെ പ്ലെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ട്. റൈത്തയും കൂടി കഴിച്ചോളാം. ഇത് റൈത്ത ഓക്കെ ആണല്ലേ. നാലാമനായിട്ട് എത്തിയത് നമ്മുടെ സ്വന്തം തലശ്ശേരി ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ പപ്പടവും പായസവും പിന്നെ നാടൻ സർലാസും ഉണ്ടായിരുന്നു. എനിക്ക് ഈ തലശ്ശേരി ബിരിയാണിയുടെ പ്രസൻറ്റേഷൻ തന്നെ നന്നായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള പാത്രം, നാടൻ ബിരിയാണിയുടെ മുകളിൽ നല്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വിതറിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഇതും ദീപുവിന് തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അമ്മ പറഞ്ഞു അമ്മ സെർവ് ചെയ്തരാന്ന്. വിളമ്പടേൻ്റെ ഇടയിൽ പെട്ടെന്നാണ് തലശ്ശേരി ബിരിയാണി ഒരു മുട്ടയിട്ടത്. ഒരു കാര്യം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തരില്ല എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞാൻ തരില്ല. തലശ്ശേരി ബിരിയാണി ദീപുവിന് വളരെയധികം ഇഷ്ടമായി. നമ്മുടെ നാടൻ തലശ്ശേരി ബിരിയാണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ദീപു അത് ആസ്വദിച്ച് കഴിക്കേണ്ട ഇടയ്ക്കാണ് അടുത്ത ബിരിയാണി എത്തിയത്. തവ ബീഫ് ബിരിയാണി. വളരെ സ്ലോ കുക്ക് ചെയ്തിട്ടുള്ള മീറ്റാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ സ്ലോ കുക്ക് ചെയ്തിട്ടുള്ളൊരു മീറ്റ് കഴിച്ചിട്ടില്ല. സാധാരണ നമ്മൾ കഴിക്കാറുള്ളത് നാടൻ ബീഫ് ബിരിയാണിയൊക്കെയാണ്. സംഗതി ഉഗ്രനായിട്ടുണ്ടെന്ന് എൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കി ദീപു പതിവില്ലാതെ എനിക്ക് പപ്പടവും മുട്ടയും ഒക്കെ ഓഫർ ചെയ്ത് തുടങ്ങി. സത്യം പറയാലോ, എനിക്കത് സ്വീകരിക്കാനേ തോന്നണില്ല. ഈ ഒരു ബീഫ് ബിരിയാണി ശരിക്കും എന്നെ ഞെട്ടിച്ചു എന്ന് പറയാം. എന്തൊരു ടേസ്റ്റാണിത്.
ഒരുപാട് മീറ്റ് കഴിക്കുന്ന ഒരാളല്ല ഞാൻ, കൂടുതലും വെജിറ്റേറിയൻ തന്നെയാണ് പ്രിഫർ ചെയ്യാറ്. പക്ഷേ ഈ ഒരു ബിരിയാണിയിലെ മീറ്റ് അതിൻ്റെ ഒരു ക്വാളിറ്റി എടുത്ത് പറയേണ്ടത് തന്നെയാണ്. എല്ലാ ബിരിയാണികളും ഒന്നിനൊന്ന് മെച്ചാണെങ്കിലും ഈ ഒരു ബീഫ് ബിരിയാണി മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഒരു പീസ് ദീപുവിനും കൊടുത്തു. ഏറ്റവും നല്ലത് ഇപ്പോൾ ബീഫ് ബിരിയാണി ആയിട്ട് തോന്നല്ലേ? ഓരോന്ന് കഴിക്കുമ്പോഴും ഞാൻ പൊതുവെ അങ്ങനെ ബീഫ് കഴിക്കാറില്ല, പക്ഷെ ഈ ബീഫ് തകർത്തും ഇത് മസാല ഒരു പ്രത്യേക ഫീല് അറിയില്ല. അല്ലെങ്കിൽ ഇനി എന്തായാലും ആ തലശ്ശേരി ബിരിയാണിയോട് കുറച്ച് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതും കൂടി കഴിച്ചിട്ട് പോണതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. കഴിച്ച 5 ബിരിയാണിയും 5 ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ചെറിയൊരു മടുപ്പ് തോന്നിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അങ്ങനെ വളരെ സന്തോഷത്തോടെ നമ്മുടെ 5 ബിരിയാണി നമ്മൾ ഫിനിഷ് ചെയ്തു കേട്ടാ. പുറകിലേക്കൊന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നാം. എന്തായാലും ഇനിയിപ്പോൾ ഒരു ലൈമും കൂടി കുടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്രയാവാന്ന് വിചാരിച്ചു. നിനക്ക് ഏത് ബിരിയാണി ഇഷ്ടമായ? സത്യം പറയട്ടെ, ഏത് ബിരിയാണി എനിക്ക് കമ്മീഷനായി ബിരിയാണി. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അപർണോട് സ്നേഹത്തോടെ ബായിയൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും ദീപും അവിടെ നിന്ന് ഇറങ്ങി. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് ഇവരുടെ സ്പെഷ്യൽ ബിരിയാണികൾ അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റു ദിവസങ്ങളിൽ ഇവരുടെ സ്പെഷ്യൽ താലികൾ അത് വെജും നോൺ വെജും ഒക്കെ ഉണ്ട് കേട്ടോ. മാത്രമല്ല രാവിലെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്നാണ് അപർണ പറഞ്ഞത്. നല്ല സർവീസും ഫുഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഗൂഗിളിൽ ഓൾറെഡി നല്ല രീതിയിലുള്ള റിവ്യൂസും ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.